ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ RBI ആൻഡ് ഇറ്റ്സ് ഫംഗ്ഷൻസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാം. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. RBI ആൻഡ് ഇറ്റ്സ് ഫംഗ്ഷൻസ്. നമുക്ക് എല്ലാവർക്കും അറിയാം RBI എന്താണെന്ന്. എന്നാലും ചുരുക്കം ചില വാക്കുകളിൽ RBI എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, RBI ഈസ് ദ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കാണ്. അത് സെൻട്രൽ ബാങ്ക് എന്ന് പറയുന്നത് ഈ ബാങ്കിന്റെ അണ്ടറിലാണ് മറ്റെല്ലാ ബാങ്കുകളും വരുന്നത്. ഏറ്റവും കേന്ദ്രം എന്ന് പറയുന്നത് ഈ RBI ആണ്. ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത് April 1, 1935 ആണ്. ഓക്കെ, അണ്ടർ ദ RBI ആക്ട് 1934, 1934 RBI ആക്ട് പ്രകാരമാണ് 35 ഇത് എസ്റ്റാബ്ലിഷ്ഡ് ആയത്. ഓക്കെ, ഇറ്റ് പ്ലേസ് എ ക്രൂഷ്യൽ റോൾ ഇൻ റെഗുലേറ്റിംഗ് ദ കൺട്രീസ് മോണിറ്ററി സിസ്റ്റം. അതായത് ദ കൺട്രി എന്ന് ഉദ്ദേശിച്ചത് ഇന്ത്യയുടെ മോണിറ്ററി സിസ്റ്റം. ഓക്കെ, ആ പണത്തെ മണി സപ്ലൈ നിയന്ത്രിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഒന്നാണ് ഈ RBI എന്ന് പറയുന്നത്. എൻഷുറിംഗ് ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉറപ്പുവരുത്തുന്നു. ആൻഡ് ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇൻഫ്ലേഷനിൽ പോവാതെയും അല്ലെങ്കിൽ എക്കണോമി ഡീഫ്ലേഷനിൽ പോവാതെയൊക്കെ സ്റ്റേബിൾ ആയിട്ട് കറൻസി പിടിച്ചു നിർത്തുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നതാണ് RBI. ആൻഡ് പ്രൊമോട്ടിംഗ് എക്കണോമിക് ഗ്രോത്ത് സാമ്പത്തിക വളർച്ച ഉറപ്പുവരുത്തുന്നതിലൊക്കെ പ്രധാന പങ്ക് വഹിക്കുന്ന ഒന്നാണ് RBI എന്ന് പറയുന്നത്. RBI കുറിച്ചുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാക്ട് എന്ന് പറയുന്നത്, അത് എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോഴത്തേക്ക് അത് പ്രൈവറ്റ് ബാങ്ക് ആയിരുന്നു. പിന്നീട് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം 1949 ഇത് എന്ത് ചെയ്യുന്നത്, ഫുള്ളി ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ കൊണ്ടുവരുന്നത്, നാഷണലൈസ് ചെയ്യുന്നത്. ഇനി നമുക്ക് RBIയുടെ ഫംഗ്ഷൻസ് നോക്കാം. ഫംഗ്ഷൻസ് ഓഫ് RBI അതിൽ ഒന്നാമത് മോണിറ്ററി പോളിസി ഇംപ്ലിമെന്റേഷൻ ആണ്. അത് മോണിറ്ററി പോളിസി നടപ്പിലാക്കുന്നത് RBI ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഫംഗ്ഷൻ. ഓക്കെ, അത് എന്തിനു വേണ്ടിയാണ്? ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, മണി സപ്ലൈ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, പിന്നെ പലിശ നിരക്കുകൾ ഒക്കെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ചില ടൂൾസ് ഉണ്ട്. ആ ടൂൾസ് ആണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. ആദ്യത്തെ റിപ്പോ റേറ്റ് ആണ്. റിപ്പോ റേറ്റ് എന്ന് വെച്ചാൽ ദ റേറ്റ് അറ്റ് വിച്ച് ബാങ്ക്സ് ബോറോ ഫ്രം RBI. അത് മറ്റ് ബാങ്കുകൾ, ഇപ്പം SBI, പിന്നെ ആക്സിസ് ബാങ്ക്, അത് മറ്റെല്ലാ ബാങ്കുകളും മറ്റെല്ലാ കൊമേഴ്ഷ്യൽ ബാങ്കുകളും RBIയിൽ നിന്ന് പണം കടമെടുക്കും. ഓക്കെ, ഇങ്ങനെ അതായത് കടമെടുക്കുക എന്ന് വെച്ചാൽ വായ്പ എടുക്കും, ലോൺ എടുക്കും. ഇങ്ങനെ ലോൺ എടുക്കുമ്പോഴത്തേക്ക് അതിന് ഈടാക്കുന്ന പലിശയാണ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് റിവേഴ്സ് റിപ്പോ റേറ്റ്. റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് വെച്ചാൽ ദ റേറ്റ് അറ്റ് വിച്ച് RBI ബോറോസ് ഫ്രം ബാങ്ക്സ്. അതായത് RBI ബാങ്കുകളിൽ നിന്ന് ബോറോ ചെയ്യുന്ന ആ ഒരു റേറ്റിനാണ് എന്ന് പറയുന്നത് റിവേഴ്സ് റിപ്പോ റേറ്റ് പറയുന്നത്. അതായത് എക്സസ് ആയിട്ടുള്ള ഫണ്ട് കൊമേഴ്ഷ്യൽ ബാങ്കുകളുടെ പക്കൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, അത് RBIയിൽ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യും. ഡെപ്പോസിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അതിന് മേൽ RBI കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് ഇൻട്രസ്റ്റ് കൊടുക്കും. അതാണ് ഈ റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് CRR എന്ന് പറയും. CRR എന്ന് പറയുന്നത് ക്യാഷ് റിസർവ് റേഷ്യോ. അതായത് ദ പെർസെൻറ്റേജ് ഓഫ് എ ബാങ്ക്സ് ഡെപ്പോസിറ്റ് ഇറ്റ് മസ്റ്റ് കീപ് വിത്ത് ദ RBI. അതായത് കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് ഡെപ്പോസിറ്റ് ആയിട്ട് ലഭിക്കുന്ന തുകയിൽ നിന്ന് ആ എല്ലാ തുകയും എന്തായിട്ട് കൊടുക്കാൻ പറ്റത്തില്ല, ലോണായിട്ട് മറ്റ് കസ്റ്റമേഴ്സിന് കൊടുക്കാൻ പറ്റത്തില്ല. അതിന് ഒരു നിശ്ചിത ശതമാനം RBIയുടെ പക്കൽ സൂക്ഷിക്കേണ്ടതുണ്ട്. അത് നിയമപ്രകാരം RBI പറയുന്നതാണ്. അപ്പം ഈ സൂക്ഷിക്കുന്ന തുകയാണ് ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ടൂളുകളാണ് ഇതിനുള്ള, ഈ ഇൻഫ്ലേഷൻ നിയന്ത്രിക്കുന്നതിനുള്ള, മണി സപ്ലൈ നിയന്ത്രിക്കുന്നതിനുള്ള, പലിശ നിരക്കൊക്കെ നിയന്ത്രിക്കുന്നതിനുള്ള ടൂളുകളാണ്. ഇനി നമുക്ക് ഇപ്പോഴത്തെ റേറ്റുകളൊക്കെ ഒന്ന് പരിശോധിക്കാം. ആദ്യം എന്ന് പറയുന്നത് റിപ്പോ റേറ്റ്. റിപ്പോ റേറ്റ് എന്ന് പറയുന്നത് ഇപ്പം 6.25%. അതായത് മറ്റ് കൊമേഴ്ഷ്യൽ ബാങ്കുകൾ RBIയിൽ നിന്ന് വായ്പ എടുത്തു കഴിഞ്ഞാൽ, ലോൺ എടുത്തു കഴിഞ്ഞാൽ 6.25% പലിശ അടയ്ക്കണം. ഓക്കെ, അടുത്തത് ഇപ്പോഴത്തെ റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് വെച്ചാൽ 3.35% ആണ്. അതായത് എക്സസ് ഫണ്ട്സ് കൊമേഴ്ഷ്യൽ ബാങ്ക്സിന്റെ പക്കലുള്ള എക്സസ് ഫണ്ട് RBIയിൽ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്താൽ RBI 3.35% പലിശ കൊമേഴ്ഷ്യൽ ബാങ്കുകൾ കൊടുക്കുമെന്നാണ് എൻ്റെ അർത്ഥം. അടുത്തത് ഇപ്പോഴത്തെ ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് വെച്ചാൽ 4.50%. അതായത് ആൾക്കാർക്ക്, അതായത് മറ്റ് കസ്റ്റമേഴ്സ് നമ്മുടെ കൊമേഴ്ഷ്യൽ ബാങ്ക്സിൽ കൊണ്ട് പൈസ ഇട്ട് കഴിഞ്ഞാൽ ആ പണത്തിന്റെ 4.5% എവിടെ സൂക്ഷിക്കണമെന്നാണ്? RBIയിൽ സൂക്ഷിക്കണമെന്നാണ് നിയമം. ഞാനിപ്പോൾ പറഞ്ഞ റേറ്റുകളെല്ലാം 2025 മാർച്ച് 26 പ്രകാരമുള്ള റേറ്റുകളാണെന്ന് ആലോചിക്കുക. അടുത്ത ടൂൾ എന്ന് പറയുന്നത് SLR ആണ്. SLR എന്ന് പറയുന്നത് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ ആണ്. അതായത് ദ പെർസെൻറ്റേജ് ഓഫ് ഡെപ്പോസിറ്റ്സ് ബാങ്ക്സ് മസ്റ്റ് ഹോൾഡ് ഇൻ ക്യാഷ്, ഗോൾഡ് ഓർ അപ്രൂവ്ഡ് സെക്യൂരിറ്റീസ്. അതായത് അവർക്ക് ലഭിക്കുന്ന, കൊമേഴ്ഷ്യൽ ബാങ്കിൽ നിന്ന് ലഭിക്കുന്ന ആ ഡെപ്പോസിറ്റ്സിന്റെ ഒരു ഇത്ര ശതമാനം ക്യാഷ് ആയിട്ടും ഗോൾഡ് ആയിട്ടും സെക്യൂരിറ്റീസ് ആയിട്ടും സൂക്ഷിക്കേണ്ടതുണ്ട്. ഓക്കെ, ആ ഒരു റേഷ്യോ ആണ് SLR എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ SLR എന്ന് പറയുന്നത് 18%. അതായത് ബാങ്കിന് ലഭിക്കുന്ന ഡെപ്പോസിറ്റിന്റെ 18% ബാങ്കുകൾ തന്നെ എന്ത് ചെയ്യണം? ക്യാഷ് ആയിട്ടോ ഗോൾഡ് ആയിട്ടോ അപ്രൂവ്ഡ് സെക്യൂരിറ്റീസ് ആയിട്ടോ കീപ്പ് ചെയ്യണം. ഓക്കെ, അതാണ് SLR എന്ന് പറയുന്നത്. അടുത്ത ടൂൾ എന്ന് പറയുന്നത് ബാലൻസസ് എക്കണോമിക് ഗ്രോത്ത് വിത്ത് പ്രൈസ് സ്റ്റെബിലിറ്റി. പ്രൈസ് സ്റ്റെബിലിറ്റിയിലൂടെ, അതായത് പ്രൈസ് സ്റ്റേബിൾ ആയിട്ട് നിർത്തുന്നതിലൂടെ എക്കണോമിക് ഗ്രോത്ത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നു. ഓക്കെ, ഇതൊക്കെയാണ്, അത് ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യുന്നു. ഇതൊക്കെയാണ് മോണിറ്ററി പോളിസി ഇംപ്ലിമെന്റേഷൻസിൽ വരുന്ന ടൂൾസ്. അടുത്ത ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇഷ്യൂർ ഓഫ് കറൻസി ആണ്. അതായത് കറൻസി നോട്ട് ഇഷ്യൂ ചെയ്യുന്ന ഫംഗ്ഷൻ. RBI ഹോൾഡ്സ് ദ മോണോപ്പൊളി ഓൺ പ്രിന്റിംഗ് കറൻസി ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ
കറൻസി നോട്ട് പ്രിന്റ് ചെയ്യുന്നതിനുള്ള ആ ഒരു മൊണോപ്പൊളി ആരുടെ കയ്യിലാണ്? RBIയുടെ കയ്യിലാണ്. എക്സെപ്റ്റ് 1 റുപ്പി നോട്ട്, അതായത് 1 റുപ്പി നോട്ട് ഒഴികെ അത് ഇഷ്യൂ ചെയ്യുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയാണ്. ഓക്കെ, അടുത്തത് എൻഷുവേഴ്സ് ആഡിക്വേറ്റ് സപ്ലൈ ഓഫ് കറൻസി വൈൽ പ്രിവെന്റിങ് കൗണ്ടർ ഫീറ്റിംഗ്, അതായത് മതിയായിട്ടുള്ള സപ്ലൈ ഓഫ് കറൻസി എക്കണോമിയിൽ, അതായത് രാജ്യത്ത് ഉണ്ടെന്ന് ഉറപ്പുവരുത്തുന്നു. എന്ത് തടഞ്ഞുകൊണ്ട്? കൗണ്ടർ ഫീറ്റിംഗ്. കൗണ്ടർ ഫീറ്റിംഗ് വെച്ചാൽ ഈ കള്ളപ്പണം അടിക്കുന്ന തടഞ്ഞുകൊണ്ട് മതിയായ മണി സപ്ലൈ രാജ്യത്ത് ഉണ്ടെന്ന് ഉറപ്പുവരുത്തുന്നു. അടുത്തത് മെയിൻറ്റെയിൻസ് പബ്ലിക് കോൺഫിഡൻസ്, അതായത് രാജ്യത്തോടുള്ള, അതായത് RBIയോടുള്ള ജനങ്ങളുടെ ആ ഒരു വിശ്വാസം മെയിൻറ്റെയിൻ ചെയ്യുന്നു. ബൈ എൻഷുറിങ് കറൻസി സ്റ്റെബിലിറ്റി, കറൻസി സ്റ്റേബിൾ ആയിട്ട് നിർത്തിക്കൊണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ആ ഒരു വിശ്വാസ ആൾക്കാർ വരുമ്പോഴത്തേക്ക് അവർ നിക്ഷേപങ്ങളൊക്കെ നടത്തും, ഫ്യൂച്ചറിലേക്ക് പ്ലാൻ ചെയ്ത് ഇൻവെസ്റ്റ്മെന്റുകളൊക്കെ നടത്തും. അടുത്തത് റെഗുലേറ്റർ ആൻഡ് സൂപ്പർവൈസർ ഓഫ് ബാങ്ക്സ് ആണ്, മറ്റ് ബാങ്കുകളെ നിയന്ത്രിക്കുന്ന ജോലി എന്ന് പറയുന്നത്. അതായത് എൻഷുവേഴ്സ് ദ സേഫ്റ്റി ആൻഡ് സൗണ്ട്നെസ് ഓഫ് ദ ബാങ്കിങ് സെക്ടർ, മൊത്തത്തിലുള്ള ബാങ്കിങ് സെക്ടറിന്റെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നത് RBI ആണ്. അടുത്തത് ഇഷ്യൂസ് ലൈസൻസ് ഫോർ ന്യൂ ബാങ്ക്സ്, പുതിയ ബാങ്ക് തുടങ്ങണം എന്നുണ്ടെങ്കിൽ RBIയുടെ ലൈസൻസ് ഇല്ലാതെ തുടങ്ങാൻ പറ്റത്തില്ല. ആൻഡ് മോണിറ്റേഴ്സ് ദെയർ ഓപ്പറേഷൻ, ഓരോ ബാങ്കിന്റെയും അവർ നടത്തുന്ന ഓപ്പറേഷൻസ് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുന്നു, വിലയിരുത്തുന്നു. ഓക്കെ, അടുത്തത് സെറ്റ്സ് ഗൈഡ് ലൈൻസ് ടു പ്രൊട്ടക്ട് ഡെപ്പോസിറ്റേഴ്സ് ഇൻട്രസ്റ്റ്, അതായത് നിക്ഷേപകരുടെ ആ ഒരു താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? ഗൈഡ് ലൈൻസ് കൊണ്ടുവരുന്നു. ചില നിബന്ധനകൾ ആർക്ക് കൊടുക്കുന്നു? മറ്റ് കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് കൊടുക്കുന്നതും ആരാണ്? RBI ആണ്. ആൻഡ് എൻഷുവേഴ്സ് ബാങ്ക്സ് മെയിൻറ്റെയിൻ സഫീഷ്യന്റ് റിസർവ്സ്, അതായത് ബാങ്കുകൾ സഫീഷ്യന്റ് ആയിട്ടുള്ള റിസർവുകൾ, നേരത്തെ പറഞ്ഞ പോലെ റിസർവുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ഉറപ്പുവരുത്തും. അതാണ് ഈ റെഗുലേറ്റർ ആൻഡ് സൂപ്പർവൈസർ ഓഫ് ബാങ്ക്സ് എന്ന ഫംഗ്ഷനിൽ വരുന്നത്. ഇപ്പോഴത്തെ ഗ്ലോബലൈസ്ഡ് ആയിട്ടുള്ള വേൾഡിൽ പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷനാണ് മാനേജർ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. ഫോറക്സ് മാനേജ് ചെയ്യുന്നത് അത് RBI ആണ്. എങ്ങനെയാണ്? മാനേജസ് ദ ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട്, അതായത് FEMA ആക്ട് എന്ന് പറയും. ഇത് മാനേജ് ചെയ്യുന്നു. ഇത് എന്തിനു വേണ്ടിയാണ് മാനേജ് ചെയ്യുന്നത്? ടു മെയിൻറ്റെയിൻ സ്റ്റെബിലിറ്റി ഇൻ ദ റുപ്പീസ് വാല്യൂ, അതായത് ഇന്ത്യൻ റുപ്പിയുടെ വാല്യൂ സ്റ്റേബിൾ ആയിട്ട് നിർത്തുന്നതിന്, ഓരോ കറൻസിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട്, ഇപ്പം യൂറോക്ക് എഗെയിൻസ്റ്റ് ആയിട്ട്, US ഡോളറിന് എഗെയിൻസ്റ്റ് ആയിട്ടൊക്കെ ഇപ്പം കറൻസി വാല്യൂ സ്റ്റേബിൾ ആയിട്ട് നിർത്തുന്നതിന് ആണ് ഈ ആക്ട് ഉള്ളത്. ഓക്കെ, അപ്പൊ ഇത് മാനേജ് ചെയ്യുന്നത് RBI ആണ്. അടുത്ത് കൺട്രോൾസ് ഫോറക്സ് റിസർവ്സ്, അതായത് ഫോറക്സ് റിസർവ്, ഫോറിൻ എക്സ്ചേഞ്ച് റിസർവുകളെ കൺട്രോൾ ചെയ്യുന്നു. ആൻഡ് ഇന്റർവെയിൻസ് ഇൻ ദ ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ്, അതായത് ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റിൽ ഇടപെടുന്നു. എന്തിനു വേണ്ടിയിട്ട്? ടു സ്റ്റെബിലൈസ് കറൻസി ഫ്ലക്ച്വേഷൻ, അതായത് RBI എന്ത് ചെയ്യുന്നു? അവർ കറൻസി ഫ്ലക്ച്വേഷൻ ഒക്കെ, അതായത് ഒരുപാട് ഇപ്പം US ഡോളറിന് ഇപ്പം ഏകദേശം 86 രൂപയാണെന്നുണ്ടെങ്കിൽ അത് ഒരു US ഡോളർ മേടിക്കുന്നതിന് 86 രൂപ ആയി കഴിഞ്ഞാൽ ഒരുപാട് ഇന്ത്യൻ മൂല്യം, അതായത് ഇന്ത്യൻ കറൻസിയുടെ മൂല്യം കുറയാതെ, അതായത് 90, 95 അങ്ങനെ പോകാതെ സ്റ്റെബിലൈസ് ചെയ്ത് നിർത്തുന്ന ഒരു ഫംഗ്ഷൻ RBIക്ക് ഉണ്ട്. അടുത്ത എൻഷുവേഴ്സ് എ സ്മൂത്ത് ഇന്റർനാഷണൽ ട്രേഡ് എൻവയോൺമെന്റ്, നല്ല രീതിയിൽ ഒരു ഇന്റർനാഷണൽ ട്രേഡ്, അന്താരാഷ്ട്ര കച്ചവടം നടത്തുന്ന അങ്ങനെ ഒരു എൻവയോൺമെന്റ് മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തുന്നതും RBI ആണ്. അടുത്ത ബാങ്കർ ടു ദ ഗവൺമെന്റ് ആണ്. ഗവൺമെന്റിന് തന്നെ ഒരു ബാങ്കറായിട്ട് RBI ആക്ട് ചെയ്യുന്നുണ്ട്. അതായത് ആക്ട്സ് ആസ് ദ ഡെറ്റ് മാനേജർ. എങ്ങനെയാണ്? ഡെറ്റ് മാനേജർ, അതായത് കടം, അത് ഗവൺമെന്റ് എടുക്കുന്ന കടമൊക്കെ ഡീൽ ചെയ്യുന്നത്, അത് കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്നതൊക്കെ RBIയിലൂടെയാണ്. ഓക്കെ, ഇപ്പോൾ ഡെറ്റ് മാനേജർ ഫോർ ബോത്ത് ദ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ്, സെൻട്രൽ ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റ്. ഓക്കെ, അടുത്തത് ഹാൻഡിൽസ് ഗവൺമെന്റ് അക്കൗണ്ടുകൾ ഹാൻഡിൽ ചെയ്യുന്നു, ബാങ്ക് അക്കൗണ്ടുകൾ, ബോറോയിങ് പ്രോഗ്രാംസുകൾ ആൻഡ് മോണിറ്ററി ട്രാൻസാക്ഷൻസ്, ഇതെല്ലാം ഗവൺമെന്റ് എല്ലാ ഈ കാര്യങ്ങളും നോക്കുന്നത് RBI ആണ്. അടുത്തത് ഇഷ്യൂസ് ട്രഷറി ബിൽസ് ആൻഡ് ഗവൺമെന്റ് ബോണ്ട്സ്. ട്രഷറി ബിൽസ്, ഗവൺമെന്റ് ബോണ്ട് ഒക്കെ ഇഷ്യൂ ചെയ്യുന്നു ടു മാനേജ് പബ്ലിക് ഡെറ്റ് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ ഇതൊക്കെ ബാങ്കർ ടു ദ ഗവൺമെന്റ് ഫംഗ്ഷനിൽ വരുന്നതാണ്. അടുത്തത് ലെൻഡർ ഓഫ് ദ ലാസ്റ്റ് റിസോർട്ട് ആണ്. ഈ ഫംഗ്ഷനിൽ വരുന്നത് പ്രൊവൈഡ്സ് എമർജൻസി ലിക്വിഡിറ്റി ടു ബാങ്ക്സ്, അതായത് മറ്റ് കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് എമർജൻസി ആയിട്ട് ഫണ്ട് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ആരെടുത്തേ കടം മേടിക്കാൻ നിവർത്തിയുള്ളൂ? RBI എടുത്ത്. അപ്പം അതാണ് പറഞ്ഞത് ലെൻഡർ ഓഫ് ദ ലാസ്റ്റ് റിസോർട്ട്, അവസാനമായിട്ട് എത്തേണ്ട സ്ഥലം എന്ന് പറയുന്നത് RBI ആണ്. ഓക്കെ, ആൻഡ് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫേസിങ് ക്യാഷ് ഷോർട്ടേജസ്, അത് ബാങ്കുകൾ മാത്രമല്ല മറ്റ് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും ക്യാഷ് ഷോർട്ടേജ് വരുമ്പോഴത്തേക്കും RBI അടുത്താണ് ചെല്ലുന്നത് ടു പ്രിവെന്റ് എ ഫൈനാൻഷ്യൽ ക്രൈസിസ്. അപ്പോൾ ഇതിലൂടെ ആ ഒരു RBI ചെയ്യുന്നത് അവർക്ക് സഹായം ചെയ്യുകയാണ്. ഒരു ഫൈനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടാകുന്നതിൽ നിന്ന് ഈ ബാങ്കിനെയും ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയും രക്ഷിക്കുകയാണ് RBI ചെയ്യുന്നത്. അടുത്ത ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഡെവലപ്മെന്റൽ റോളാണ്. അതായത് വികസന പദ്ധതികൾ. ഇതിൽ എന്തൊക്കെയാണ് വരുന്നത്? പ്രൊമോട്ട്സ് ഫൈനാൻഷ്യൽ ഇൻക്ലൂഷൻ, ഫൈനാൻഷ്യൽ ഇൻക്ലൂഷൻ കൊണ്ടുവരുന്നത്, അത് ഒരുപാട് സെക്ടറുകളെ ധനസഹായം എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു ഇടപെടൽ, അതാണ് ഉദ്ദേശിച്ചത്. അപ്പം സപ്പോർട്ടിങ് റൂറൽ ആൻഡ് സ്മാർട്ട് സ്കെയിൽ ഇൻഡസ്ട്രീസ്, അതായത് റൂറൽ ആയിട്ടുള്ള സ്മാർട്ട് സ്കെയിൽ ഇൻഡസ്ട്രീസിനെ സപ്പോർട്ട് ചെയ്യുന്നത്. ഇതിലൂടെയാണ് ടു ഇനിഷ്യേറ്റീവ്സ് ലൈക്ക് പ്രയോറിറ്റീസ് സെക്ടർ ലെൻഡിങ്, PSL എന്ന് പറയും. അതായത് അവർക്ക് മുൻഗണന കൊടുത്തുകൊണ്ട് അവർക്ക് വായ്പകൾ എത്തിച്ച് അവരെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി RBI സഹായിക്കുന്നു. അടുത്ത എൻകറേജസ് ഡിജിറ്റൽ പേയ്മെന്റ്സ് എൻകറേജ് ചെയ്യുന്നു, അതായത് UPI പോലുള്ള ഡിജിറ്റൽ പേയ്മെന്റ്സ്, മോഡേൺ ബാങ്കിങ് ടെക്നോളജി എൻകറേജ് ചെയ്യുന്നു. പിന്നെ ആൻഡ് ഇന്നോവേഷൻ ഇൻ ദ ഫൈനാൻഷ്യൽ സെക്ടറിൽ പുതിയ പുതിയ കണ്ടെത്തലുകൾ കൊണ്ടുവരുന്നു. ഇപ്പോൾ റുപ്പിയൊക്കെ ഇൻവെന്റ് ചെയ്തായിരുന്നു. ഓക്കെ, അപ്പോൾ ഡിജിറ്റൽ കറൻസിയാണ് ഇതൊക്കെ. അപ്പോൾ ഇതൊക്കെ കൊണ്ടുവരുന്നത് RBIയുടെ ഡെവലപ്മെന്റ് റോളിൽ വരുന്നതാണ്.
അടുത്തത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആൻഡ് ഫൈനാൻഷ്യൽ എഡ്യൂക്കേഷൻ ആണ്. അത് കൺസ്യൂമേഴ്സിനെ, അതായത് ബാങ്കിൽ പണം നിക്ഷേപിക്കുന്ന ആൾക്കാരെ അവരെ പ്രൊട്ടക്ട് ചെയ്യുകയും ഫൈനാൻഷ്യൽ എഡ്യൂക്കേഷൻ കൊടുക്കുകയൊക്കെ ചെയ്യുന്നത്. നമുക്ക് അറിയാം, നമുക്ക് മൊബൈൽ ഫോണിലൊക്കെ മിക്കപ്പോഴും RBIയുടെ മെസ്സേജുകളൊക്കെ വരാറുണ്ട്, ഫ്രോഡ് പിന്നെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തടയുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, ഇതിൽ വരുന്നത് എൻഷുവേഴ്സ് ഫെയർ ട്രീറ്റ്മെന്റ് ഓഫ് ബാങ്ക് കസ്റ്റമേഴ്സ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബാങ്ക് കസ്റ്റമേഴ്സിന് നല്ല ട്രീറ്റ്മെന്റ് കൊടുക്കുന്നു. അതായത് റൺസ് ക്യാമ്പയിൻസ് ടു എഡ്യൂക്കേറ്റ് ദ പബ്ലിക് ഓൺ സേവിങ്സ്. അതായത് ക്യാമ്പയിൻസ് നടത്തുന്നു. എന്തിനാണ്? ആൾക്കാരെ സേവിങ്സിൽ, ഇൻവെസ്റ്റ്മെന്റിൽ, ഫ്രോഡ് തടയുന്ന കാര്യങ്ങളിൽ, ഡിജിറ്റൽ ബാങ്കിങ്ങിലൊക്കെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ക്യാമ്പയിൻസ് ഒക്കെ സംഘടിപ്പിക്കുന്നത്. ഇതൊക്കെ RBIയുടെ ഫംഗ്ഷനിൽ വരുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയുടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.